ഇനിയിപ്പോ ഏതെങ്കിലും മതത്തിൽ നിന്ന് ഒരു മന്ത്രി വന്നു, നമുക്ക് ഉദാഹരണത്തിന് ഒരു മുസ്ലിം മതത്തിൽ നിന്ന് ഒരാൾ മന്ത്രിയായിട്ട് വന്നു, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്താണ് പ്രത്യേകിച്ച് ഗുണം? അതുകൊണ്ട് ഈ നാട്ടിനല്ലേ ഗുണം ഉണ്ടാവുള്ളൂ. ഒരു ക്രൈസ്തവൻ മന്ത്രിയായിട്ട് വന്നാൽ ക്രിസ്ത്യാനികൾക്ക് എന്താണ് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഗുണം? ഈ നാടിന് ഗുണം ഉണ്ടാവും. ഈ നാടിനല്ലേ ഗുണം വേണ്ടത്? ക്രിസ്ത്യാനികൾക്കാണോ ഗുണം വേണ്ടത്? ഒരു ക്രിസ്ത്യൻ മന്ത്രി വന്നു വെച്ച് ക്രിസ്ത്യാനികൾക്ക് എന്ത് ഗുണമാണ് ഇവിടെ ഉള്ളത്? ഒരു മുസ്ലിം മന്ത്രി വന്നാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ എന്ത് ഗുണമുള്ളത്? ഈ നാടിനാണ് ഗുണം വേണ്ടത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ഒരു മന്ത്രിയെ ഒരു മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ കെട്ടിയിടാൻ ശ്രമിക്കരുത്. ഒരു മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ പൊതു സ്വത്താണ്, ജനങ്ങളുടെ പൊതു സ്വത്താണ്. അദ്ദേഹം പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ 21 മന്ത്രിമാരെയും പ്രഖ്യാപിച്ച് ഇതിനോടകം തന്നെ അധികാരമേൽക്കാൻ പോകുകയാണ്. വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഈ സർക്കാരിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ നമ്മളാരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇക്കാര്യമല്ല. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് മന്ത്രിമാരെ പ്രഖ്യാപിച്ചതോടുകൂടി പുതിയൊരു വിവാദ വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും സംഘപരിവാർ പോലുള്ള രാഷ്ട്രീയ പക്ഷത്തു നിന്നാണ് ഇത്തരമൊരു വിവാദമുള്ളത്. നിലവിലെ 21 അംഗ മന്ത്രിസഭയിൽ കൂടുതലും ന്യൂനപക്ഷ ആധിപത്യമാണ് കാണുന്നത് എന്നാണ് ഇക്കൂട്ടരുടെ ഒരു പ്രധാന വാദം. ഈ വാദങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കഴിവുണ്ടോ? 2026-31 കാലയളവിലേക്കുള്ള UDF മന്ത്രിസഭയിൽ ശരിക്കും ന്യൂനപക്ഷ ആധിപത്യമാണോ ഉള്ളത്? കൃത്യമായി കണക്കുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണോ പുറത്തു വരുന്നത്? അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആരൊക്കെയാണ് UDF മന്ത്രിസഭയിലെ മന്ത്രിമാർ? നമുക്ക് ആദ്യം ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ ഒന്ന് പരിശോധിക്കാം. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KE തുളസി, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, M ലിജു, OJ ജനീഷ്. ഇത്തരത്തിൽ 10 ഹൈന്ദവ വിശ്വാസികളാണ് ഈ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, റോജി M ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ. ഇത്തരത്തിൽ 6 ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരാണ് ഈ UDF സർക്കാരിൽ ഉള്ളത്. മുസ്ലിം വിഭാഗത്തിൽ നിന്നാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, PK ബഷീർ, അബ്ദുൽ ഗഫൂർ, N ഷംസുദ്ദീൻ, T സിദ്ദീഖ്. ഇങ്ങനെ 6 ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരാണ് ഈ മന്ത്രിസഭയിലുള്ളത്. അങ്ങനെ ഇരിക്കെ അപ്പൊ നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് 10 പേർ, ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് 6 പേർ, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 6 പേർ, ടോട്ടൽ 22 ആയി. അതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നത് സ്പീക്കറാണ്. അപ്പൊ മന്ത്രിമാർ 21 പേരും ഒരു സ്പീക്കറുമാണ്. അത്തരത്തിൽ ക്യാബിനറ്റ് പദവികൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 21 മന്ത്രിമാരിലും ഏകദേശം 10 മന്ത്രിമാരോളം ഏകദേശം 50% ഹിന്ദു വിഭാഗത്തിൽ നിന്നാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും മുസ്ലിം വിഭാഗത്തിൽ നിന്നും ആകെ 6 പേര് മാത്രമുള്ള. ഇത്തരത്തിൽ എങ്ങനെയാണ് ഇവർ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഭരണമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭരണമാണ്, മുസ്ലിം ലീഗിന്റെ ഭരണമാണ് വി ഡി സതീശനെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്നത് എന്ന് അവകാശപ്പെടുന്നത്? മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയം അവരുടെ മതമല്ല, ജനങ്ങൾ അവർക്ക് നൽകിയ ഉത്തരവാദിത്തമാണ് അവരുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത്. അല്ലാതെ ജാതി മതമൊന്നുമല്ല അവരുടെ കടമ്പ. ഇപ്പം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദുവിൽ നിന്ന് തന്നെ ഒരു മന്ത്രി ഉണ്ടായാൽ അയാൾ ഹിന്ദുക്കളെ മാത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം ക്രിസ്ത്യാനികളെ മാത്രം സേവിക്കേണ്ട ആള്? അയാൾ കേരളത്തിന്റെ മന്ത്രിയാണ്. കേരളത്തിലുള്ള എല്ലാ ജനങ്ങളോടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളോടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ ഏതെങ്കിലും മതത്തിലാണ് അദ്ദേഹം ജനിച്ചത്, അതുകൊണ്ട് ആ മതത്തിന് മാത്രമേ അദ്ദേഹം സേവനം ചെയ്യൂ, അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണോ നിങ്ങളൊക്കെ കരുതി വെച്ചിരിക്കുന്നത്? ഇനിയിപ്പോ ഏതെങ്കിലും മതത്തിൽ നിന്ന് ഒരു മന്ത്രി വന്നു, നമുക്ക് ഉദാഹരണത്തിന് ഒരു മുസ്ലിം മതത്തിൽ നിന്ന് ഒരാൾ മന്ത്രിയായിട്ട് വന്നു, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്താണ് പ്രത്യേകിച്ച് ഗുണം? അതുകൊണ്ട് ഈ നാട്ടിനല്ലേ ഗുണം ഉണ്ടാവുള്ളൂ. ഒരു ക്രൈസ്തവൻ മന്ത്രിയായിട്ട് വന്നാൽ ക്രിസ്ത്യാനികൾക്ക് എന്താണ് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഗുണം? ഈ നാടിന് ഗുണം ഉണ്ടാവും. ഈ നാടിനല്ലേ ഗുണം വേണ്ടത്? ക്രിസ്ത്യാനികൾക്കാണോ ഗുണം വേണ്ടത്? ഒരു ക്രിസ്ത്യൻ മന്ത്രി വന്നു വെച്ച് ക്രിസ്ത്യാനികൾക്ക് എന്ത് ഗുണമാണ് ഇവിടെ ഉള്ളത്? ഒരു മുസ്ലിം മന്ത്രി വന്നാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ എന്ത് ഗുണമുള്ളത്? ഈ നാടിനാണ് ഗുണം വേണ്ടത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ഒരു മന്ത്രിയെ ഒരു മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ കെട്ടിയിടാൻ ശ്രമിക്കരുത്. ഒരു മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ പൊതു സ്വത്താണ്, ജനങ്ങളുടെ പൊതു സ്വത്താണ്. അദ്ദേഹം പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ജനാധിപത്യ ബോധമുള്ള ഒരാൾക്ക് അടിസ്ഥാന വിവരം മാത്രമാണ്. അതുപോലും ഇല്ലാത്ത ആളുകളാണ് മന്ത്രി ആ മതക്കാരനാണ്, മന്ത്രി ഈ മതക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുമാതിരി നേഴ്സറി കുട്ടികളെ പോലെയുള്ള ഈ പരിപാടികൾ കാണിക്കണം. ഇതൊക്കെ നിർത്തണം. ഇത്തരം നേഴ്സറി കുട്ടികളൊന്നും കേരളത്തിൽ രാഷ്ട്രീയം പറയരുത്. നിങ്ങൾക്ക് പറ്റിയ പണിയല്ലത്. ഉദാഹരണത്തിന് ഒരു പൊതുമരാമത്ത് മന്ത്രി വരികയാണ്, ഒരു PWD മിനിസ്റ്റർ വരികയാണ്. അദ്ദേഹം റോഡ് പണി നടക്കുമ്പോൾ അദ്ദേഹം പറയോ ഈ ഭാഗത്ത് മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ആ റോഡ് അതിലേ പോകാൻ പറ്റില്ല, ഇതിലേ തിരിച്ചു വിടണം എന്ന് പറയോ?
അങ്ങനെ ഒരു മന്ത്രി ഉണ്ടോ ലോകത്ത്? എന്ത് ബ്ലണ്ടറാണ് അടിച്ചു വിടുന്നത്? എന്ത് ബ്ലണ്ടറാണ് നിങ്ങൾക്ക് വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് ഏത് ലോകത്താണ്? അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയായി വീട്ടിൽ വരുന്ന ഒരാള്, ആ ആരോഗ്യമന്ത്രി പറയുമോ ഇന്ന ദേശത്ത് ഇന്ന മതക്കാരാണുള്ളത്, അതുകൊണ്ട് അവിടെ മെഡിക്കൽ കോളേജ് വേണ്ട, അല്ലെങ്കിൽ അവിടെ താലൂക്ക് ആശുപത്രി വേണ്ട, എങ്ങനെ പറയോ? എന്റെ മതക്കാരൻ ഈ മന്ത്രിസഭയിൽ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മോങ്ങുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവണില്ല. നിങ്ങൾ അതൊന്ന് വിശദീകരിക്കുക. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഇപ്പൊ ഹിന്ദു ആയ ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ ഹിന്ദുക്കളെ അയാൾ രക്ഷിക്കുമോ? അയാൾ ഈ നാടിനെ മൊത്തം രക്ഷിക്കും. അയാൾ ഉത്തരവാദിത്തം അതല്ലേ? ഇവിടുത്തെ ഹിന്ദുക്കളെ രക്ഷിക്കാനല്ലല്ലോ അയാളെ മന്ത്രിയാക്കി വിട്ടത്. ഇവിടുത്തെ മുസ്ലിങ്ങളെ രക്ഷിക്കാനല്ലല്ലോ ഒരു മുസ്ലിം ആയ ഒരാളെ മന്ത്രിയാക്കി വിട്ടത്. ഈ നാടിനെ സേവിക്കാനല്ലേ? ഇതൊരു അടിസ്ഥാന വിവരമല്ലേ? ഇതുമല്ലേ നിങ്ങൾക്കൊന്നും ഇത്ര ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കൊന്നും? കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു സമത്വത്തിന്റെ പാതയിലാണ് എല്ലാ കാലത്തും സഞ്ചരിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ മതം നോക്കിയിട്ടല്ല അതിലെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത്. അതിന് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രാദേശിക സമവാക്യങ്ങൾ, സാമൂഹിക പ്രാതിനിധ്യം, രാഷ്ട്രീയ പരിചയം, ജനപിന്തുണ, ഏറ്റവും ഒടുവിൽ ഭരണപരമായിട്ടുള്ള കഴിവ്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചാണ് ആര് മന്ത്രിയാവണം എന്നുള്ള തീരുമാനം ഒക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ ഇന്ന മതക്കാരൻ എന്നാ അവൻ മന്ത്രി, അത് മറ്റേ മതക്കാരനാണ് അവനെ മന്ത്രിയാക്കണ്ട, ഇങ്ങനെയുണ്ടൊരു തീരുമാനം. നിങ്ങൾ എന്താണ് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് മനസ്സിലാക്കിയത്? ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളോടും ഉത്തരവാദിത്തമുള്ള ആളാണ്. അല്ലാതെ ഏതെങ്കിലും വിഭാഗം ജനങ്ങളോട് മാത്രം ഉത്തരവാദിത്തമുള്ള ഒരാളൊന്നുമല്ല മന്ത്രി എന്ന് പറഞ്ഞാൽ. ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളോടും ഉത്തരവാദിത്തമുള്ള ആളാണ്. അതാദ്യം മനസ്സിലാക്ക്. എന്റെ സമുദായത്തെ, ഞാൻ ജനിച്ച സമുദായത്തെ മാത്രം സേവിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടൊരു സത്യപ്രതിജ്ഞ, അങ്ങനെ ഉണ്ടൊരു മന്ത്രി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത്? ഇത്തരം ഞങ്ങളെ മതക്കാര് പ്രാതിനിധ്യം കുറവാ എന്നൊക്കെ പറഞ്ഞ മൂന്ന് ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങളെ മതക്കാർ മന്ത്രിയായാലും നിങ്ങൾക്ക് എന്താണ് ഗുണം? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ലല്ലോ. ഏത് മതക്കാരൻ മന്ത്രിയായാലും ഈ നാടിനല്ലേ ഗുണം വേണ്ടത്? അത് അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ജനങ്ങൾക്ക് നല്ല റോഡ്, വിദ്യാഭ്യാസം, ആരോഗ്യ സംവിധാനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. സ്വാഭാവികമായിട്ടും ഇതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കടമ. ഓരോ പൗരന്റെയും ക്ഷേമമാണ് ഓരോ സർക്കാരിന്റെയും, അതാത് സർക്കാരുകളുടെ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വങ്ങൾക്കോ കടമകൾക്കോ ഒന്നും മതത്തിന്റെ ടാഗ് ലൈൻ നിങ്ങൾ വെച്ച് കെട്ടണ്ട. അങ്ങനൊന്നും ഇല്ലാത്തതിന് കേരളം എന്ന് പറയുന്നത് പല മതങ്ങളും ഒരേ തുല്യമായ രീതിയിൽ സഹവസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ബഹുസ്വര സമൂഹമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ബഹുസ്വരത തന്നെയാണ് നമ്മുടെ ശക്തിയും നമ്മുടെ അഭിമാനവും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ തമ്മിൽ തലിച്ച് വല്ല നക്കാപ്പിച്ച വോട്ട് നേടി MLA ആവാ, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാ എന്നൊക്കെ ചിന്തിക്കാതെ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, അവനവന്റെ പുരോഗതിക്ക് തന്നെയും വേണ്ടി ആളുകളെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ ചിന്തകളാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ആളുകളെ തമ്മിലടുപ്പിച്ച് നിങ്ങൾക്ക് വല്ല രാഷ്ട്രീയ നേട്ടവും കൊയ്യാം എന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ വരൂലേ? അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ. മന്ത്രിസഭയിലെ ആളുകളുടെ പേരുകൾ നോക്കാതെ അവരുടെ പ്രവർത്തനം എത്തരത്തിലാണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണമാണ് ഏറ്റവും നല്ല ഭരണകൂടം എന്നുള്ള സാമാന്യ ബോധമെങ്കിലും മതഭ്രാന്ത് തലക്ക് പിടിച്ച് സാമാന്യ ബുദ്ധി പോലും നശിച്ചു പോയ ആളുകളോട് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. എത്ര ഹിന്ദു മന്ത്രിയുണ്ട്, എത്ര മുസ്ലിം മന്ത്രിയുണ്ട്, എത്ര ക്രൈസ്തവ മന്ത്രിയുണ്ട് എന്ന് നോക്കി ഒരുമാതിരി നഴ്സറി കുട്ടികളെ പോലെ ജീവിക്കാതെ ജീവിതത്തെ അല്പം ഗൗരവത്തോടെ കാണാൻ ശ്രമിക്കണം. അപ്പോഴേ സ്വന്തം ജീവിതത്തിനും ഒരു വിജയമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ മറ്റേ മതക്കാരൻ മന്ത്രിയാണോ, ഈ മതക്കാരൻ സ്പീക്കറാണോ എന്നൊക്കെ നോക്കി നടക്കണമെങ്കിൽ നഴ്സറി കുട്ടികളെ പോലെ നോക്കി നടക്കാതെ നമുക്ക് നല്ല സേവനം ചെയ്യുന്ന ആളുകളെ സഭയിലേക്ക് പറഞ്ഞേക്കുക. അതാണ് ഒരു നല്ല പൗരന്റെ ഏറ്റവും വലിയ ലക്ഷണം. അല്ലാതെ ഒരുമാതിരി നഴ്സറി കുട്ടികളെ പോലെ ഞങ്ങളെ മതക്കാരില്ലേ അങ്ങനെ പറയാൻ അതിലേ സമയം കാണുള്ളൂ. നിങ്ങളെ മതക്കാരില്ല ഇവിടെ പ്രശ്നം. നല്ല മന്ത്രിമാര് വേണം, ജനങ്ങളെ സേവിക്കുന്നവർ വേണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ വേണം. ഇവിടെ അതാണ് വേണ്ടത്. അല്ലാതെ എന്റെ മതക്കാരില്ലേ ഇതല്ല. ഇതുകൊണ്ടൊരു കാര്യമില്ല. നിങ്ങളെ മതക്കാരൻ ഉണ്ടായി എന്ന് മന്ത്രിസഭയിൽ നിങ്ങളെ മതക്കാരൻ ഉണ്ടായി എന്ന് കരുതിയിട്ട് നിങ്ങളെ ജീവിതം മെച്ചപ്പെടാനേ പോകുന്നില്ല. നിങ്ങൾ സേവിക്കുന്ന ആളാണ് മന്ത്രിസഭയിൽ വേണ്ടത്. അയാൾ ഏത് മതക്കാരനായിക്കോട്ടെ, നമ്മളെ സേവിക്കുന്നുണ്ടോ? നമ്മളെ അടിസ്ഥാന പ്രശ്നം അതാണ്. നമ്മളെ സേവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. അതായത് ഏത് മതക്കാരനും ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങളെ മതത്തിൽപ്പെട്ട ആളാണ് എന്ന് കരുതി എന്നാ പിന്നെ എന്റെ മതക്കാരനാ, അവനൊരു 10 രൂപ അധികം കൊടുക്കാരൻ അങ്ങനെ മന്ത്രി തരുമോ? അങ്ങനെയൊന്നുമില്ല. നമ്മളെ സേവിക്കുന്നവനെ, നമ്മളെ പ്രശ്നങ്ങൾ കേൾക്കുന്നവരെയാണ് നമുക്ക് ജനപ്രതിനിധികളായിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടത്. ആ സാമാന്യ ബോധമെങ്കിലും ഇത്തരം മതഭ്രാന്തന്മാർക്ക് എന്തെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഈ വീഡിയോ നമ്മൾ നിർത്തുകയാണ്.
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.